الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال الله يا عيسى ابن مريم أأنت قلت للناس اتخذوني وأمي إلهين من دون الله قال سبحانك ما يكون لي أن أقول ما ليس لي بحق إن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ യഥാവിധി സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളുമൊക്കെ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മളെ ആയുസ്സിന് എത്ര കാലം ബാക്കിയുണ്ടോ അത്രയും കാലം അള്ളാഹുവിന് തഖ്വ ചെയ്യാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി വീടുകളിൽ ആശുപത്രികളിൽ കഴിയുന്നവർ അള്ളാഹു അവർക്ക് ആജിലും മുസ്തമിറുമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ മാറ്റുകയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരൻ ദുആയിന് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. വായക്ക് അർബുദം ബാധിച്ച്, ക്യാൻസർ ബാധിച്ച് ദീർഘനാളായി ചികിത്സയിലാണ്. ചെറിയ വരുമാന മാർഗങ്ങളൊക്കെയായി അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. അദ്ദേഹം വീടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പരിശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് നൽകിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി ഏറ്റവും നല്ല രീതിയിൽ വീട്ടിൽ താമസിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടി മനുഷ്യന്മാരെങ്ങനെയാണ് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നും തിരഞ്ഞെടുത്ത് അയച്ച ഉത്കൃഷ്ടരായ വിഭാഗമാണ് അംബിയ മുർസലീങ്ങൾ. നമ്മുടെ വിശ്വാസത്തിൻ്റെ പരമ്പരയിൽ അള്ളാഹുവിനെ കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു, മലക്കുകളെ കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം നമ്മൾ പറയാറുള്ളത് വറുസുലിഹി, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഖൂലു ആമന്ന ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. വമാ ഉൻസില ഇലൈന, നമുക്കിറക്കപ്പെട്ട വേദഗ്രന്ഥം. വമാ ഉൻസില ഇല ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരെയെല്ലാം പ്രവാചകന്മാരായി ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരെല്ലാം അള്ളാഹു അയച്ചവരാണെന്നും അവർ സത്യമതത്തിൻ്റെ പ്രബോധകരായിരുന്നു എന്നും വിശ്വസിക്കൽ ഓരോ മുഅ്മിനിൻ്റെയും കടമയാണ്. അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ട ഏടുകൾ, മൂസ അലൈഹി സ്വലാമിന് നൽകപ്പെട്ട തൗറാത്ത്, ഈസാ അലൈഹി സ്വലാമിന് നൽകപ്പെട്ടിരിക്കുന്ന ഇഞ്ചീൽ, ദാവൂദ് നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ടിരിക്കുന്ന സബൂർ എന്നിങ്ങനെയുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്നും വിശ്വസിക്കൽ നമ്മുടെ മേൽ കടമയായിട്ടുള്ളതാണ്. ഇതിലേതെങ്കിലും ഒന്നിനെ ഒരാൾ നിഷേധിക്കുന്ന പക്ഷം, ഒരാൾ പറയുകയാണ് ഞാൻ എല്ലാ പ്രവാചകനെയും അംഗീകരിക്കാം, പക്ഷേ എനിക്ക് മൂസാ നബി അംഗീകരിക്കാൻ പ്രയാസമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അയാൾ ഒരിക്കലും വിശ്വാസിയല്ല. കാരണം മൂസാ നബി അയച്ചത് അള്ളാഹുവാണ്, ആ മൂസാ നബിക്ക് തൗറാത്ത് ഇറക്കി കൊടുത്തതും അള്ളാഹുവാണ്. ഇതാണ് മുഅ്മിനീങ്ങളുടെ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന വിശ്വാസം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള ആ നീണ്ട ശൃംഖല നമ്മൾ പരിശോധിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കാലഘട്ടം കൊണ്ട് അല്ലെങ്കിൽ ഈ ഉമ്മത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവാചകൻ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്.
ഒരുപക്ഷെ ഖുർആനിൽ മൂസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ചർച്ച കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഖുർആൻ ചർച്ച ചെയ്തിട്ടുള്ളത് സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ്. ലോകത്ത് ഇന്ന് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 മതങ്ങൾ, ഒന്നും ഇസ്ലാം, 2 ക്രിസ്ത്യാനികൾ, 3 യഹൂദന്മാർ, ഇവരൊക്കെയും തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ബനു ഇസ്രായേലിൽ അവസാനത്തെ പ്രവാചകനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവ് മൂസാ നബിയുടെ കാലഘട്ടത്തിന് ശേഷമാണ്. മൂസാ നബിൻ്റെ കാലഘട്ടത്തിന് ശേഷം നീണ്ട നാളുകൾക്ക് ശേഷമാണ് ഈസാ നബിൻ്റെ വരവ് ഉണ്ടാകുന്നത്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉൾക്കൊള്ളാൻ യഹൂദികൾക്ക് ഒരിക്കലും തയ്യാറായി ഇരുന്നില്ല. അവർ ഒന്ന്, അവർക്കൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു, അവർക്കൊരു വേദഗ്രന്ഥം ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ നടപടി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അള്ളാഹു ഒരു പ്രവാചകനെ അയക്കുകയും ഒരു ഗ്രന്ഥം അവർക്ക് നൽകും. പക്ഷെ അതിനെ കാലാതീതമായി അള്ളാഹു കൊണ്ടുപോകാറില്ല. ഒരു സമയം കഴിയുമ്പോൾ പുതിയൊരു പ്രവാചകനെ കൊണ്ടുവരും. കാരണം തലമുറകൾ മാറുന്നതനുസരിച്ചിട്ട് അവരിൽ ക്രമാതീതമായ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ മാറ്റങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള ശരീഅത്തിനെ പടച്ചവനായ അള്ളാഹു തആല ഇറക്കുകയാണ് അള്ളാഹുവിൻ്റെ പതിവ്. പക്ഷേ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഈസാ നബിൻ്റെ ഉമ്മയായ മറിയം റളിയല്ലാഹു അൻഹയോടൊക്കെ അങ്ങേയറ്റത്തെ വിദ്വേഷവും പകയൊക്കെ ഉണ്ടായിരുന്നു. അവർ ഈസാ നബി അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് മറ്റു പ്രവാചകന്മാരിൽ നിന്നൊക്കെ വിഭിന്നമായി ഈസാ നബിയെ ചർച്ച ചെയ്യുമ്പോൾ മറ്റു പ്രവാചകന്മാരെ ആ പ്രവാചകനിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് ചർച്ച ചെയ്യുക. ഇബ്രാഹിം നബിനെ പറയുമ്പോൾ ഇബ്രാഹിം നബിനെ ഫോക്കസ് ചെയ്യും, ലൂത്ത് നബിനെ പറയുമ്പോൾ ലൂത്ത് നബിനെ ഫോക്കസ് ചെയ്യും. പക്ഷേ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ ചർച്ച നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത കാണാൻ വേണ്ടി പറ്റും. എന്താ കാര്യം? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയുന്നതിന് മുമ്പ് തന്നെ ഈസാ നബിൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള ചർച്ചകൾ ഖുർആൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വദ്കുർ ഫിൽ കിതാബി മറിയം റളിയല്ലാഹു അൻഹയെ പറ്റി നിങ്ങൾ ഓർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് മറിയം ബീവിയുടെ ചരിത്രം വിശാലമായി പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മൾ 2 ഖുതുബകളിലായിട്ട് മറിയം ബീവിൻ്റെ ചരിത്രം വിശാലമായി പറഞ്ഞിട്ടുണ്ട്. അതിനുമപ്പുറം അല്ലാഹു തആല മറിയം ബീവിയെ പറയുന്നതിന് മുമ്പ് മറിയം ബീവി ഭൂമിയിലേക്ക് വരുന്ന സാഹചര്യമെന്നും പറയുന്നുണ്ട്. ഹന്നത്ത് ബീവി എന്ന് പറയുന്ന മറിയം ബീവിൻ്റെ ഉമ്മ, ഇമ്രാനിൻ്റെ പത്നി, ഇമ്രാൻ എന്ന് പറയുന്ന ബനു ഇസ്രായേലിലെ ആബിദായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ പ്രവാചകൻ പോലുമല്ല. പ്രബല അഭിപ്രായം അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹന്നത്ത് ബീവി ഗർഭം ധരിക്കുമ്പോൾ ആ സ്ത്രീ അള്ളാഹുവിനോട് മുമ്പിൽ വെക്കുന്നൊരു നേർച്ചയുണ്ടായിരുന്നു. ആല ഇമ്രാൻ അത് പറയുന്നുണ്ട്. ആല ഇമ്രാൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇമ്രാൻ്റെ കുടുംബം. ആ ഇമ്രാൻ്റെ കുടുംബത്തിലാണ് സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചർച്ച വരുന്നതും ആവിർഭാവം ഉണ്ടാകുന്നതും. അപ്പോൾ ആല ഇമ്രാൻ എന്ന പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ ഒരു സൂറത്ത് അല്ലാഹു തആല അവതരിപ്പിക്കുകയാണ്. ഉമ്മാൻ്റെ പേരിൽ ഒരു സ്പെഷ്യൽ സൂറത്ത് മറിയം. നബിതങ്ങളെ ഭാര്യമാരെ പേര് പോലും വെച്ചിട്ട് ഖുർആനിലൊരു സൂക്തം നമുക്ക് കാണാൻ സാധ്യമല്ല. നബിതങ്ങളുടെ ഒരു ഭാര്യൻ്റെ പേര് പോലും ഖുർആൻ ഷരീഫിൽ പരാമർശിച്ചിട്ടില്ല. നബിതങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ പേര് പോലും ഖുർആൻ ഷരീഫിൽ ചർച്ച ചെയ്തിട്ടില്ല. നമ്മളതിൻ്റെ ഹിക്മത്തുകൾ തേടി പോകുമ്പോഴാണ് നമുക്കിതിൻ്റെ പൊരുൾ മനസ്സിലാകുന്നത്. എന്തിനായിരിക്കും അല്ലാഹു തആല ഇത്ര ഫോക്കസ് ചെയ്തത്? കാരണം ഇപ്പം നമുക്കതിൻ്റെ കൃത്യമായി മനസ്സിലാകും. ലോകത്ത് ഇത്ര പരസ്പരം ശത്രുതയിൽ നിൽക്കുന്ന 2 മതങ്ങളുണ്ടെങ്കിൽ, പരസ്പരം ശത്രുത എന്ന് പറയുന്നത് ഞാൻ അതിന് ആലങ്കാരികമായി പറയുന്നത്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്രിസ്ത്യാനിറ്റിനോടോ അല്ലെങ്കിൽ ക്രിസ്ത്യരോടോ അങ്ങനെ ഒരു ശത്രുതയില്ല. അതായത് ശത്രു പക്ഷത്ത് നിർത്തിയിട്ടുള്ള 2 സംഘങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്രിസ്ത്യാനിറ്റിയും ഒന്ന് ഇസ്ലാമുമാണ്. അതിൻ്റെ രാഷ്ട്രീയ തലങ്ങളും അതിൻ്റെ മറ്റു തലങ്ങളൊക്കെ നമുക്ക് ആ രീതിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ദീനിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ ഇസ്ലാമിനെ ശത്രുക്കളായി കാണേണ്ടവരല്ല, നിങ്ങൾ ചർച്ച ചെയ്തതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഷരീഫാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മാൻ്റെ ഉമ്മ, അതായത് നമ്മളെ നാട്ടിൽ പറഞ്ഞ ഉമ്മാമാൻ്റെ ചരിത്രം ആദ്യം പറഞ്ഞു. ഉമ്മാൻ്റെ ചരിത്രം വിശദമായി പറഞ്ഞു. സൂറത്തിന് ഉമ്മാൻ്റെ പേരിട്ടു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നുബൂവത്തിന് മുമ്പുള്ള കാലം, ഭൂമിയിൽ വന്നിട്ടുള്ള ആദ്യത്തെ സംസാരം വരെ അള്ളാഹു അതിൻ്റെതായ അർത്ഥത്തിൽ ആ വാക്കുകളിൽ പോലും മാറ്റില്ല. പരിശുദ്ധമായ സൂറ മറിയമിൽ നമ്മളിങ്ങനെ വന്ന് വായിക്കുമ്പോൾ ഈസാ നബിൻ്റെ വാക്ക് നമുക്ക് കാണാം. മറിയം ബീവി കുഞ്ഞിനെ കൊണ്ടുവരുന്നു. ആൾക്കാർക്ക് ചുറ്റുവട്ടത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മറിയമേ നീ കാണിച്ച പണി? നീ ഒരു സ്ഥലത്ത് ഒറ്റക്ക് കുറേ കാലം താമസിക്കുന്നു, നീ കല്യാണം കഴിച്ചിട്ടില്ല. ഇസ്ലാമിൻ്റെ നറേഷൻ അനുസരിച്ചിട്ട് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ബൈബിളിൻ്റെ നറേഷൻ അനുസരിച്ചിട്ട് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിശ്ചയം നടന്നിട്ടുണ്ട്, വീട് കൂടിയിട്ടില്ല. എന്നാൽ നമ്മൾ ഇസ്ലാമിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു സുപ്രഭാതത്തിൽ കൈക്കുഞ്ഞുമായി വന്നാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുക? ആക്ഷേപങ്ങൾ അർപ്പിക്കുന്നു മറിയം റളിയല്ലാഹു അൻഹയ്ക്ക്. മറിയം ബീവി അള്ളാഹു നൽകിയ നിർദ്ദേശപ്രകാരം ഫഅശാറത് ഇലൈഹി, ഈസാ അലൈഹി സ്വലാമിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടുകയാണ്.
ഈ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ച വാചകങ്ങൾ അള്ളാഹു അക്കമിട്ട് പറയാൻ, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. ഒരാൾ സംസാരിക്കുക എന്ന് പറയുന്നത് അത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ഒരു പ്രായമാകുമ്പോൾ ഒരു കുട്ടി സംസാരിച്ച് തുടങ്ങണം. 2 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോൾ സംസാരിക്കണം. അതിന് ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ ആവശ്യമാണ്, വോക്കൽ കോഡിൻ്റെ ഫംഗ്ഷൻസ് ആവശ്യമാണ്. ബ്രെയിൻ ഉണ്ടായാൽ മാത്രം പോരാ, ചുറ്റുപാടിനെ മനസ്സിലാക്കണം, ഭാഷ കേട്ടിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ പഠനം എന്ന് പറയുന്നത് ഭാഷ പഠിക്കലാണ്. ഭാഷ പഠിക്കൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്. കാരണം ഞാനൊരു സാധനം കാണുന്നു, ഇവിടെ പ്രകാശമുണ്ട് എന്ന് കാണുന്നു. ഈ പ്രകാശമുണ്ട് എന്ന ആശയം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഈ പ്രകാശമുണ്ട് എന്ന ആശയം എനിക്ക് പുറത്തേക്ക് പറയാൻ സാധിക്കണമെങ്കിൽ അതിന് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ അതിനുപയോഗിക്കുന്ന ലാംഗ്വേജിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ഞാൻ ആദ്യം പഠിക്കണം. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ആശയം ഉണ്ടാകും, എനിക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പം ഇവിടെ ഒരാൾ സംസാരിക്കുക എന്നത് അത് വലിയ അത്ഭുതമുള്ള കാര്യമല്ല. അത് ക്രമാതീതമായി അയാളുടെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ അത് സംഭവിച്ചു കൊള്ളും. പക്ഷെ അള്ളാഹു തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചിട്ട് ആദ്യത്തെ നാൾ തന്നെ അള്ളാഹു തആല ഈ സംഗതികളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അള്ളാഹു തർത്തീബ് ചെയ്ത് കൊടുത്തു. മറിയം ബീവിൻ്റെ പ്രസവം, മറിയം ബീവിൻ്റെ ഗർഭധാരണം അംഗീകരിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംസാരം അംഗീകരിക്കുന്നതിൽ ഒരു പ്രയാസമില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹ എത്ര മാസം എടുത്തിട്ടാണ് പ്രസവിച്ചത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളുടെയും അഭിപ്രായം അനുസരിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ടാണ് നിറവയറുള്ള ഗർഭിണിയായി മാറുന്നത്. പ്രബല അഭിപ്രായം അനുസരിച്ചിട്ട് 8 മാസം 9 മാസമാണെന്നുള്ള ഒരഭിപ്രായം വേറെതുണ്ട്, എന്നാൽ അത് പ്രബലമല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അടയാളപ്പെടുത്തുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മറിയം റളിയല്ലാഹുവിൻ്റെ കുപ്പായത്തിൻ്റെ കൈ പിടിച്ചിട്ട് ഒരു ഊത്തുന്നുണ്ട് ഇതിൽ കൂടിയിട്ട്. ആ സമയത്താണ് മറിയം റളിയല്ലാഹു തആല അൻഹ പ്രഗ്നൻ്റ് ആകുന്നത്. അപ്പോൾ അവിടെയും കുറേ ചർച്ചകളാണ്. അങ്ങനെ ഇണയില്ലാതെ ഒരാൾക്ക് ഗർഭം ധരിക്കാൻ വേണ്ടി പറ്റുമോ? അള്ളാഹുവിന് ഇണയോടുകൂടി കുഞ്ഞിനെ നൽകാൻ കെൽപ്പുള്ളവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന് ഇണയില്ലാതെയും കുഞ്ഞിനെ നൽകാൻ സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹു തആല ഈസാ നബിയെ അടയാളപ്പെടുത്തുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്, ഇന്ന മസല ഈസാ ഇൻദല്ലാഹ് കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. അല്ലേ? ക്രിസ്ത്യാനിറ്റി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ദിവ്യത്വം കൽപ്പിച്ചിട്ട് ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും അല്ല ദൈവത്തിൻ്റെ അംശമാണെന്നൊക്കെയുള്ള 3ഓളം വാദങ്ങൾ അവർ പറഞ്ഞല്ലോ. അവർ കണ്ട അത്ഭുതം എന്താണ്? പിതാവില്ലാതെ ഒരാൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അള്ളാഹു പറയാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാതാവ് എന്ന ബാഹ്യമായ അസ്ബാബ് ഇവിടെ ഉണ്ട്, ഘടനയുണ്ട്. എന്നാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെ പോയാലും ആദ്യത്തെ ഒരു മനുഷ്യൻ ഉണ്ടാകണമല്ലോ. നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ എവല്യൂഷൻ എന്ന് പറഞ്ഞാലും ഇനി പുതിയൊരു സാധനം പേരിട്ട് വിളിച്ചാൽ പോലും നമ്മളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ആദ്യമായി ഉണ്ടായ ഒരാൾ വേണം. ഇസ്ലാം അവിടെ പഠിപ്പിക്കുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യം ഉണ്ടായിരുന്ന. ആദം നബി വേറൊന്നിൽ നിന്ന് ആദം നബി ഉണ്ടായി, പിന്നെ ആദം നബി ആദ്യത്തെ ആളാകൂല. ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് ഇന്ന മസല ഈസാ അലൈഹി സ്വലാമിന്റെ ഉപമ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയാണ്. ഖലഖഹു മിൻ തുറാബിൻ. അല്ലാഹു തആല കളിമണ്ണിനെ ശേഖരിക്കാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിച്ചു. എന്നിട്ട് സുമ്മ ഖാല ലഹു കുൻ ഫയകുൻ. ആ ആദം അലൈഹി സ്വലാമിൻ്റെ സത്ത ഉൾക്കൊള്ളുന്ന മണ്ണിനോട് അള്ളാഹു ഉണ്ടാകൂ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു അമ്ര കൽപ്പന ഉണ്ടായപ്പോൾ സയ്യിദുന ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായി. ഹവ്വാ ബീവി എങ്ങനെ ഉണ്ടായത്? ആദം അലൈഹി സ്വലാമിൻ്റെ ഭാര്യയിൽ നിന്നാണ്. അപ്പോൾ പിന്നെ ആ റിപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഒരു പുരുഷന്റെ കൂട്ടത്തിൽ ഒരു പെണ്ണ് വേണം, അണ്ടവും ബീജവും ചേരണം. അപ്പൊ ആദം നബി ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ടു, ഒരു പെണ്ണും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പിന്നെ ഈ പരമ്പരയിൽ മനുഷ്യന്മാരൊക്കെ ഉണ്ടായത്. അപ്പൊ ഈ ഹവ്വാ ബീവി എവിടെ നിന്നുണ്ടായി? അത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാരിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഹവ്വാ ബീവിക്ക് മാതാവും ഇല്ല, പിതാവും ഇല്ല. പിതാവ് എന്ന് ഈ അർത്ഥത്തിൽ വേണമെങ്കിൽ ആദം നബിയെ പറ്റി പറയാം. ആദം നബിക്കാണെങ്കിൽ മാതാവുമില്ല, പിതാവുമില്ല. അപ്പോൾ പിതാവില്ലാത്തതിൻ്റെ പേരിൽ ഒരാളെ ദൈവമായി, ദൈവത്തിൻ്റെ പുത്രനായി, ദൈവത്തിൻ്റെ അംശമായി നിങ്ങൾ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ ദൈവമായി അവരോധിക്കപ്പെടാൻ ഏറ്റവും അർഹൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്ന ആ ചിന്തയിലേക്ക് അള്ളാഹു തആല കൊണ്ടുപോവുകയാണ്. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലോക ചരിത്രത്തിൽ ഒരു മതക്കാരും ആരാധിച്ചതായി നമ്മൾ കണ്ടുവന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പക്ഷേ ക്രിസ്ത്യാനികൾ ചർച്ച ചെയ്തതിനേക്കാൾ കൂടുതൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചർച്ച ചെയ്തത് പരിശുദ്ധമായ ഖുർആനാണ്. ബൈബിളിൻ്റെ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ബൈബിളിൻ്റെ പുതിയ പുസ്തകത്തിലായാലും പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച സംസാരം ബൈബിളിൻ്റെ ഒരു കോപ്പികളിലും നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഖാല ഇന്നി അബ്ദുല്ലാഹ് എന്ന് തുടങ്ങുന്ന ഭാഗം തൊട്ടിട്ട് ഈസാ നബി സംസാരിച്ച സംസാരം കാണാൻ പറ്റും. എന്താണ് ഈസാ നബി ആദ്യം സംസാരിച്ചത്? ഇന്നി അബ്ദുല്ലാഹ്,
അല്ലേ? ഒരു പിതാവില്ലാതെ ഒരു കുഞ്ഞ് വരുമ്പോൾ ഒരു ഭാഗത്ത് യഹൂദികൾ മറിയം റളിയല്ലാഹു അൻഹ മോശക്കാരിയാണെന്നും മഅദല്ലാഹ് വേശ്യയാണെന്നും അഭിസാരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നു. മറുഭാഗത്ത് ദിവ്യത്വത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം നൽകി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദൈവപുത്രനാക്കുന്നു. ഈ രണ്ടിന്റെ ഇടയിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവർക്കിടയിൽ തീർപ്പ് പറയുന്നത്. നിങ്ങൾ ഈ പറയും പോലെ മോശക്കാരിയല്ല എൻ്റെ ഉമ്മ, ഞാൻ മോശമായ ഒരു വഴിയിൽ കൂടി വന്നവനല്ല. നിങ്ങൾ പറയും പോലെ ദിവ്യത്വത്തിന്റെ പരമോന്നതിയിൽ എത്തിയിട്ട് ഞാൻ ദൈവമല്ല, ദൈവപുത്രനല്ല, ദൈവത്തിന്റെ അംശമുള്ളവനല്ല. ഇന്നി അബ്ദുല്ലാഹ്, തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എനിക്ക് നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകിയത്. ആതാനിയൽ കിതാബ്, എനിക്ക് അല്ലാഹു തആല ഒരു വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, നൽകും എന്നർത്ഥത്തിൽ. അത് ഇഞ്ചീലാണ്. വജഅലനി നബിയ്യ, അള്ളാഹു എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു. ഇങ്ങനെ വെറുതെ ഒരു മാജിക് കാണിക്കുക എന്നുള്ളതല്ല. കുറെ ആളുകളെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു അത്ഭുത പ്രവൃത്തി കാണിച്ചിട്ട് എന്താണ് അതുകൊണ്ട് ഉണ്ടാകേണ്ട റിസൾട്ട്? കേവലം അങ്ങനെ ഒരു അത്ഭുത പ്രവൃത്തി കാണിച്ചിട്ട് മറിയം റളിയല്ലാഹു അൻഹ ഒരു പുണ്യവനിതയായി മാറലല്ല ഇസ്ലാമിന്റെ ലക്ഷ്യം. വജഅലനി നബിയ്യ, ഞാനിവിടെ വന്നിരിക്കുന്നത് തീർച്ചയായും തൗറാത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ, അല്ലെങ്കിൽ ദൈവികമായ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ ഈ സംഘത്തിനെ ഹക്കിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് പരിശുദ്ധമായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. എന്നിട്ട് ഈസാ നബി പറയുന്നു, വജഅലനി മുബാറകൻ ഐനമാ കുന്ത്. എനിക്ക് തോന്നി ഈ ആയത്തും ഈ ആയത്തിന്റെ അർത്ഥവും നമ്മളെക്കാൾ കൂടുതൽ കേൾക്കേണ്ടത് ക്രിസ്ത്യാനികൾ കേട്ടിരുന്നുവെങ്കിൽ ഞാൻ ആശിച്ചു പോവുകയാണ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഈസാ നബിന്റെ ആളുകളാണെന്നും യേശു ക്രിസ്തുവിന്റെ ആളുകളാണെന്നും ജീസസ് ക്രൈസ്റ്റിന്റെ ആളുകളാണെന്നും അല്ലെ വായ തുറന്നാൽ എത്ര സെക്കൻഡ് ഇട്ട് അത്രയും സമയം പറയുന്ന ആളുകൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭൂമിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, വജഅലനി മുബാറകൻ. എന്നെ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുമ്പോൾ എന്നെ അള്ളാഹു എങ്ങനെയാണ് സിസ്റ്റം ചെയ്തിരിക്കുന്നത് അറിയുമോ? എന്നെ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്? മുബാറക്കൻ, അള്ളാഹു എന്നെ ബറക്കത്തുള്ളവനാക്കി എന്നർത്ഥം. എന്താ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ തഫ്സീറുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിൽ കാണാൻ പറ്റുന്ന അർത്ഥം നഫാഅൻ എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. നഫാ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്നവനാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവനായിട്ടാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആദർശപരമായി ഇസ്ലാമിനോടും യഹൂദിയത്തിനോടും ഒക്കെ നിങ്ങൾക്ക് വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാകാം. നിങ്ങൾക്ക് ഭരണഘടന അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകുന്നുമുണ്ട്. പക്ഷെ നിങ്ങൾ യഥാർത്ഥമായ ഈസാ നബിയുടെ ആളുകളാണെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ നന്മ പ്രതീക്ഷിക്കുന്ന ആളുകളാകണം. നിങ്ങൾ നോക്കൂ, ചരിത്രം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഇസ്ലാമിക് ടെററിസത്തിനാണല്ലോ ഇസ്ലാം നടത്തിയ യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ ലാബിൽ നടന്ന യുദ്ധങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അതിനെ ഭീകരമായി നമ്മൾ കേൾക്കാറുള്ളത്. ലോക ചരിത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത്, ഞാനൊരു ഒരു ആ ഒരു അർത്ഥത്തിൽ പറയുകയല്ല, ഏറ്റവും കൂടുതൽ യുദ്ധം നടത്തിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കൊള്ള നടത്തിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കലാപം നടത്തിയിട്ടുള്ളത് ആരുടെ ആൾക്കാരാണ് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. ജെമിനൈനോടോ ചാറ്റ് ജിപിടിയോടോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, അതിന്റെ ഡാറ്റ അടക്കം കിട്ടും. ഏതൊക്കെ യുദ്ധങ്ങൾ, ഏതൊക്കെ കാലങ്ങളിൽ നിങ്ങൾ നോക്കൂ ആരാണ് നടത്തിയത്. ഇന്ന് യഹൂദിയത്ത് അത് ഞാൻ അതുമായി കൂട്ടിക്കലർത്തുകയല്ല, പറയുമ്പോൾ സന്ദർഭോചിതമായി പറഞ്ഞു പോവുകയാണ്. യഹൂദികൾ പറയാറുള്ള ഏറ്റവും വലിയ ന്യായം എന്താണ്? ഫലസ്തീൻ ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ അള്ളാഹു മുസ്ലിമീങ്ങൾക്കും ഹക്കിന്റെ അഹലുകാർക്കും ഫലസ്തീനെ കൊടുക്കട്ടെ. യഹൂദികൾ പറയുന്ന ന്യായം എന്താ? ഞങ്ങളെ എല്ലാ കാലങ്ങളിലും ആട്ടിയോടിക്കപ്പെട്ടു, എല്ലാ കാലങ്ങളിലും ആട്ടിയോടിക്കപ്പെട്ടു. ചരിത്രം നോക്കിയാൽ യഹൂദിയത്തിനെ ഇങ്ങനെ ക്രൂരമായ എല്ലാ നാടുകളിൽ നിന്നും വലിച്ചിഴക്കപ്പെട്ട് ആക്രമിച്ചിട്ടുള്ള സംഘമുണ്ടെങ്കിൽ അത് ആരുടെ സംഘമാണ്? നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. ഇവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം, വജഅലനി മുബാറക്കൻ. അവിടെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ യഹൂദിയത്തിനെ ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ ക്രിസ്ത്യൻ അധിനിവേശത്തിന്റെ ശക്തികൾ ആട്ടിയോടിച്ചപ്പോൾ അവർക്കൊരു അഭയം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആളുകൾ മാത്രമാണ്. നിങ്ങൾ നോക്കൂ, ഒരു രാഷ്ട്രത്തിന്റെ അധികാരം കിട്ടുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ ആളുകൾക്ക് എന്ത് നിയമം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഒരു രാജ്യം ഒരാൾ ഭരിക്കുമ്പോൾ അതിന്റെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ എന്ത് നിയമം ഉണ്ടാക്കണം എന്നതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ നിയമം ഉണ്ടാക്കുമ്പോൾ അവിടെ മാനവികത, ജനാധിപത്യം, സോഷ്യലിസം ഇതിനൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നത് മറ്റൊരു കാര്യം. നിങ്ങൾ നോക്കൂ, ഈസാ നബി അലൈഹി സ്വലാത്തു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിന് ശേഷം ഖലീഫമാർ വരുന്നു. പ്രത്യേകിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വരുന്നുണ്ടല്ലോ. ഉമർ റളിയല്ലാഹു ഇവർ വിഷയത്തിൽ എന്ത് നിലപാടെടുത്തത്? ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുത്തപ്പോൾ ക്രിസ്ത്യാനികളോട് എന്താ പറഞ്ഞത്? യഹൂദികളോട് എന്താ പറഞ്ഞത്? നിങ്ങളവിടെ താമസിച്ചുകൊള്ളുക, നിങ്ങൾ നാട് വിട്ടു പോകേണ്ടതില്ല. ഇവിടെയാണ് വജഅലനി മുബാറക്കൻ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാചകം. പടച്ചവൻ എന്നെ മുബാറക്കാക്കിയിരിക്കുന്നു,
ഞാൻ എവിടെ പോയാലും നന്മയുള്ളവനാകണം, മനുഷ്യന്മാർക്ക് ഉപകാരമുള്ളവനാകണം. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ ബർക്കത്തുള്ളവനാകുന്നത്. ഞാൻ അത്ഭുതത്തിൽ കൂടി വന്നവനായതുകൊണ്ട് എനിക്ക് അള്ളാഹിനോട് അനുസരിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹ്ക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്നൊന്നുമല്ല. ഞാനും നിസ്കരിച്ചു കൊള്ളണം, ഞാനും സാമ്പത്തികമായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തീകരിക്കണം. മാധും തുഹയ്യ, ഞാൻ ജീവനുള്ളിടത്തോളം കാലം. ഇങ്ങനെ ഈസാ നബിൻ്റെ പ്രഖ്യാപനം തുടർന്ന് വന്ന് നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും. പ്രിയമുള്ളവരെ, അള്ളാഹു തആല ഓരോ പ്രവാചകന്മാരെയും ഓരോ കാലഘട്ടത്തിൽ അയക്കുമ്പോൾ ഈ വന്ന ആൾ പ്രവാചകനാണ് എന്നതിന് എന്തെങ്കിലും തെളിവാണല്ലോ. ഇല്ലെങ്കിൽ ആർക്കും വാദിക്കാൻ പറ്റുന്നില്ല. മറ്റൊരാൾ വന്നിട്ട് ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം, ഓക്കെ, നിങ്ങൾ ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ അത് പൂർത്തീകരിച്ചത്, നിങ്ങൾ സർട്ടിഫിക്കറ്റ് കാണിക്കും, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കാണിക്കും. നമുക്ക് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആള് ജെന്യുവിൻ ആണോ ഫേക്ക് ആണെന്നൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഒരാൾ വന്നിട്ട് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ, ഏത് അളവ് പോലെ വെച്ചിട്ട് നമ്മൾ നോക്കും? ഈ പ്രശ്നത്തിന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല മുഅ്ജിസത്ത് കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ പ്രവാചകത്വം വാദിക്കുമ്പോൾ അയാൾ പ്രവാചകനാണ് എന്നതിന് തെളിവായി അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ മനുഷ്യന്മാർക്ക് ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലും ചില അത്ഭുതങ്ങൾ അല്ലാഹു തആല ആ പ്രവാചകന് കൊടുക്കും. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകും, കാര്യം മനസ്സിലാകുന്ന ആളുകൾക്ക് തിരിയും ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇയാൾ കെട്ടിച്ചമച്ച് പറയുന്നതല്ല. അപ്പോൾ മുഅ്ജിസത്ത് നമ്മൾ നോക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും എന്താണോ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അതിനെ തകർക്കുന്ന രീതിയിലായിരിക്കും ആ നബിക്കുള്ള മുഅ്ജിസത്ത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാലോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്ത് വടിയായിരുന്നു. പ്രധാനപ്പെട്ട മുഅ്ജിസത്ത്. ആ വടി നിലത്തിടുമ്പോൾ പാമ്പാകും. അതുപോലെ തന്നെ അതിനെക്കൊണ്ട് വേറെയും ചില പ്രയോജനങ്ങൾ, അതുപോലെ കൈ വെളിച്ചമാകുക, ഇങ്ങനെ പല പല മുഅ്ജിസത്തുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തിരുന്നു. ഇതിൻ്റെ കാരണം എന്താ? മൂസാ നബി വരുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഹറും മാജിക്കും ബ്ലാക്ക് മാജിക്കും ഒക്കെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ വേരോടിയിരുന്ന ഒരു കാലമാണ് മൂസാ നബിൻ്റെ കാലം. വ്യാപകമാണ്. അപ്പം മൂസാ നബി വന്നിട്ട് ഈ സിഹറിനെ തോൽപ്പിക്കുന്ന വലിയൊരു അത്ഭുത പ്രവർത്തനം കാണിച്ചു. അതാണല്ലോ അവരെല്ലാവരും ഒന്നടങ്ങ് സുജൂദ് ചെയ്തിട്ട് ഇസ്ലാമിലേക്ക് വന്നത്. ഇതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന കാലം എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം, മെഡിസിൻ അതിൻ്റെ അന്നത്തെ വെച്ചിട്ട് പാരമ്യതയിലെത്തി. ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ അത് പാരമ്യത അല്ല, പക്ഷെ അന്നത്തെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈസാ നബിൻ്റെ മുമ്പുള്ള അവസ്ഥ വെച്ചിട്ട് നമ്മളൊരു BC മുതൽ നോക്കിയിട്ട് ഈസാ നബിൻ്റെ കാലഘട്ടം വരെ നമ്മൾ നോക്കുമ്പോൾ അന്ന് വൈദ്യശാസ്ത്രം ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്ന കാലമായിരുന്നു. ചികിത്സയുടെ എല്ലാ തലങ്ങളും തുറന്നിരുന്നു. ഈ സമയത്താണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നബി അയച്ചത്. ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു മുഅ്ജിസത്തായി നൽകിയത് വൈദ്യശാസ്ത്രത്തിന് പ്രാപ്യമല്ലാത്ത കാര്യങ്ങളായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അത് അടയാളപ്പെടുത്തുന്നുണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാര്യങ്ങൾ. നമുക്കറിയാം വൈദ്യശാസ്ത്രത്തിൻ്റെ അവസാനം എന്താണ്? മെഡിസിന് ഇടപെടാൻ പറ്റുന്നതിൻ്റെ അതിൻ്റെ എക്സ്റ്റെൻറ്റ് എന്താണ്? അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് മരണമാണ്. ഒരാൾ മരിച്ചാൽ പിന്നെ വൈദ്യശാസ്ത്രത്തിന് അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കൂല. പിന്നെ മരിച്ചാളെ ശരീരം തുറന്നിട്ട് അതിൽ ഓരോ അവയവം എടുത്തിട്ട് അതിൻ്റെ ഇന്നതെന്താണ് എന്ന് ചെയ്യാൻ പറ്റും എന്നതല്ലാതെ അയാളെ ജീവനിലേക്ക് പിന്നെ തിരിച്ചു കൊണ്ടുവരുന്നൊരു പ്രോസസ്സും ഒരു മെഡിസിനും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ അത് എവിടുത്തുനിന്ന് പിന്നീട് നമുക്ക് കാണാം. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ സിദ്ധി എന്താണ്? وَإِذْ تَخْلُقُ مِنَ الطِّينِ كَهَيْئَةِ الطَّيْرِ فَأَنفُخُ فِيهِ فَيَكُونُ طَيْرًا بِإِذْنِ اللَّهِ. മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ വൈദ്യശാസ്ത്രത്തിന് സാധിക്കുകയില്ല. ഇനി നമ്മൾ ഈ പറയും പോലെ നമ്മുടെ ശരീരത്തിൽ 206 എല്ലും അതിൽ എത്ര സെല്ലുകളുണ്ടോ, എത്ര കിലോ ഇറച്ചിയുണ്ടോ, കിഡ്നി, ലിവർ, ഹാർട്ട്, ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ നമുക്ക് കിട്ടുമല്ലോ. അതൊക്കെ വേറെ സാധനങ്ങൾ വെച്ച് ശേഖരിക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഇതെല്ലാം കൊണ്ടുപോയി ടേബിളിൽ നിരത്തിയിട്ട് ലോകത്ത് ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും നല്ല വൈദ്യനെ കൊണ്ടുവന്നിട്ട് ഒരു ആളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇയാൾക്ക് ജീവൻ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സാധിക്കൂല. അല്ലാതെ നമുക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. നമ്മൾ ഈ പ്രയാസത്തിലായി വെന്റിലേറ്ററൊക്കെ കിടക്കുന്ന രോഗികളെ കാണാൻ വേണ്ടി പോകുമ്പോൾ ആ സമയത്ത് നമ്മൾ ഡോക്ടറുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരെപ്പോഴും പറയുന്നൊരു വാചകം, എത്ര യുക്തിവാദം പേറിയെന്ന് പറഞ്ഞാലും അപ്പോഴും അവർ പറയുന്നൊരു വാചകമുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമമായത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇനി മൂപ്പര കയ്യിലാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത ഒരു കഴിവെന്താ? ഈസാ നബിക്ക് ജീവൻ നൽകാനുള്ള കഴിവുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും. ഈസാ നബി അലൈഹി സ്വലാം കളിമണ്ണ് കുഴക്കും, കളിമണ്ണ് എടുത്തിട്ട് പക്ഷിൻ്റെ രൂപം ഉണ്ടാക്കും. എന്നിട്ടോ ഫതംഫുഖു ഫീഹി, അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് ആ കളിമണ്ണിലേക്ക് ഊതും. ഫതകൂനു ത്വയ്റൻ ബിഇദ്നില്ലാ, അത് പക്ഷിയായി പറന്നു പോകും. ഇത് ഈസാ നബി കാണിച്ചിട്ട് നിങ്ങളെല്ലാവരും എന്നെ ആരാധിക്കും, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയാനല്ല.
നിങ്ങൾക്ക് ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ ഉയർച്ചയിലെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ എനിക്കപ്പുറത്ത് കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ എന്നെ അയച്ചൊരു റബ്ബുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈസാ നബി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ നീ ഇവനെ അവനക്ക് ജീവൻ കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എഴുന്നേൽക്കുമെന്ന് ഖുർആൻ. വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാ, ഖുർആനാണ്, നമുക്ക് നിഷേധിക്കാൻ സാധിക്കൂല. വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാ, അല്ലാഹുവിൻ്റെ അനുവാദപ്രകാരം ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. പിന്നെന്താണ്, അന്നത്തെ അവസ്ഥ വെച്ചിട്ട് വൈദ്യശാസ്ത്രത്തിന് അല്ലെ, ഇപ്പം രണ്ട് പാരമ്പര്യം, ജീവനില്ലാത്താക്ക് ജീവൻ കൊടുക്കലും ജീവൻ പോയാക്ക് ജീവൻ കൊടുക്കലും, ഇത് രണ്ട് അറ്റാണ്, എക്സ്ട്രീം അറ്റാണ്. ഇത് തീരെ സാധിക്കാത്തതാ. ഇനി ജീവനുള്ള ആളെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്ധതക്ക് അന്ന് മരുന്നുണ്ടായിട്ടില്ല. ഇന്നും പൂർണ്ണമായ ബ്ലൈൻഡ്നെസ്സിന് അതിൻ്റെ പരിമിതികളുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം വഉബിരിഉൽ അക്മഹ, അന്ധനായ ഒരാളുടെ മുഖത്ത് അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന അളവിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തടവുമ്പോൾ വഉബിരിഉൽ അക്മഹ, അയാളുടെ അന്ധത മാറും. 2, വെള്ളപ്പാണ്ട് ബാധിച്ചവൻ വൽ അബ്റസ, വെള്ളപ്പാണ്ടിന് വന്ന് ചികിത്സയില്ലായിരുന്നു. ആ വെള്ളപ്പാണ്ട് വന്നവൻ ആ രോഗത്തിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇന്നും അങ്ങനെ കുറേ രോഗങ്ങളുണ്ടല്ലോ, അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില രോഗങ്ങൾ പൂർണ്ണമായി ക്യൂറബിൾ അല്ല, ആ രോഗത്തിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അന്നും ഈ വെള്ളപ്പാണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽപ്പെട്ടതായിരുന്നു. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരസ്പർശമേക്കുമ്പോൾ വഉബിരിഉൽ അക്മഹ വൽ അബ്റസ, അദ്ദേഹത്തിൻ്റെ കരസ്പർശമേക്കുമ്പോൾ ആ വെള്ളപ്പാണ്ട് മാറും. ഇതെന്തിനാ ഈസാ നബി ഇത് ചെയ്യുന്നത്? നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളാണ് തമ്പ്രാക്കന്മാരെന്ന് വിചാരിക്കുന്നു, നിങ്ങളാണ് റബ്ബുകളെന്ന് വിചാരിക്കുന്നു, അങ്ങനെ ഒരു ദൈവമില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, എനിക്കിതിൻ്റെ അപ്പുറം സാധിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് അള്ളാഹു നൽകിയ കഴിവാണ്. മറ്റൊന്ന്, ഒരാൾ ഈസാ നബിൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ, ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വീട്ടിലുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഇന്ന് തിന്നത് എന്തൊക്കെയാണ്, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള കഴിവ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നമ്മൾ ഇന്നത്തെ AI-ൻ്റെ ഒക്കെ കാലം വരുമ്പോൾ അങ്ങനെയാണല്ലോ, ഒരാൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ AI-ൻ്റെ ക്ലാസ് ഒക്കെ വന്നിട്ടുണ്ട്, നമ്മൾ ഒരാളെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അയാളെ സൈസ് എന്തൊക്കെയാണ് കറക്റ്റ് നമുക്ക് അയാളെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഈസാ നബിന് മുമ്പിൽ ഒന്ന് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഉനബ്ബിഉകും ബിമാ തഅകുലൂന, നിങ്ങൾ എന്താണ് തിന്നത്, എന്താണ് തിന്നുന്നത് എന്നെനിക്ക് പറയാൻ സാധിക്കും. അസ്ബാബുകളില്ലാതെ, ട്രാക്കിംഗ് മെറ്റീരിയൽസ് ഇല്ലാതെ, GPS ഇല്ലാതെ, അല്ലെങ്കിൽ ഡ്രോൺ ക്യാമറകളില്ലാതെ എനിക്ക് പറയാൻ വേണ്ടി പറ്റുമ്പോൾ ഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ എന്തൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും എനിക്ക് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമെന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. ഇതും അള്ളാഹു തആല അദ്ദേഹത്തിന് നൽകിയ മുഅ്ജിസത്താണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാമ്പ്? അള്ളാഹു തആലയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. താൻ നബിയാണ് എന്ന്, താൻ പ്രവാചകനാണ് എന്ന് തെളിയിക്കാനുള്ള ടൂളാണ്, അടയാളമാണ്, ഉപകരണമാണ് സത്യത്തിൽ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വിഭിന്നമായി, മറ്റു പ്രവാചകന്മാരൊക്കെ നമുക്കറിയാം, അവരൊക്കെ ആയുസ്സെത്തുമ്പോൾ ഒന്നിക്കിൽ അവർ സ്വാഭാവിക മരണമടഞ്ഞു, അല്ലെങ്കിൽ അവർ ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ടു. സക്കരിയ നബി അലൈഹി സ്വലാമിനെ പോലെ, യഹ്യ നബി അലൈഹി സ്വലാമിനെ പോലെ ഇവരൊക്കെ ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ടവരാണ്. എന്നാൽ ഇവരിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചർച്ചയും സംഭവങ്ങളും ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. യഹൂദികൾക്ക് ഈസാ നബിയോടുള്ള ശത്രുത കൂടുന്നു, ഒരു നിലക്കും അവർക്ക് സഹിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ അന്നത്തെ റോമൻ ചക്രവർത്തിമാരുമായും അവിടുത്തെ ഭരണാധികാരികളുമായി കൂടിച്ചേർന്നിട്ട് ഈസാ നബിയെ വധിക്കാനുള്ള ഉത്തരവിടുകയാണ്, യേശു ക്രിസ്തുവിനെ വധിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമുക്കറിയാം, അവർ ഈസാ നബിൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഈസാ നബിയുടെ രൂപമാറ്റം അവിടെ സംഭവിക്കുകയാണ്. ഈസാ നബിയെ ശരീരത്തോടുകൂടി ആകാശത്തേക്ക് ഉയർത്തി. ഇത് ഖുർആൻ പറഞ്ഞതാണ്. വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും ബർറഫഅഹു അല്ലാഹു ഇലൈഹി. കാരണം ഈസാ നബി മരിക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞാൽ അന്ന് മരിക്കേണ്ട ആളല്ല. ഈസാ നബിക്ക് ഈ ലോകത്തിൻ്റെ അന്ത്യവുമായി വലിയ ബന്ധമുണ്ട്. ഈ ലോകത്തിൻ്റെ അവസാനം അതിൻ്റെ ആദം നബി നിന്നും തുടങ്ങിയിട്ട് അതിൻ്റെ ഒരു ഇൻ്റർവെല്ലാണ് മൂസാ നബി എന്ന് പറയുന്നത്. പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് ഈസാ നബി വന്ന് ദജ്ജാലിനൊക്കെ കൊന്നിട്ട് അതിങ്ങനെ ഫിനിഷ് ആകുമ്പോൾ ഈസാ നബി വേണം. കാരണം ഈസാ നബി ദൈവമാണെന്ന് പറഞ്ഞവർ, ഈസാ നബി കള്ളനാണെന്ന് പറഞ്ഞവർ, മോശക്കാരനാണെന്ന് പറഞ്ഞവർ എന്നൊക്കെ മറുപടി ആയിക്കൊണ്ട് ഈസാ നബി ആകാശത്ത് നിന്ന് ഇറങ്ങുക തന്നെ വേണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 33-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 34-ാമത്തെ വയസ്സിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തേക്ക് ശരീരത്തോടുകൂടി ഉയർത്തി. ഇതും ഖുർആൻ ബർറഫഅഹു അല്ലാഹു ഇലൈഹി, അല്ലാഹു ഈസാ നബിയെ തന്നിലേക്ക് ഉയർത്തി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം, അഹ്ലു സുന്നയുടെ വിശ്വാസം. പ്രബലമായ എല്ലാ തഫ്സീറുകളും ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി വിശ്വസിക്കുന്ന ആളുകളാണ് ഖാദിയാനികൾ. ഖാദിയാനികൾ വിശ്വസിക്കുന്നത് എന്താണ്?
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. മരണപ്പെട്ടിട്ട് കശ്മീരിൽ അദ്ദേഹത്തിൻ്റെ ഖബറുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഞാനത് ഇടയ്ക്ക് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രമീകരിക്കുന്നു. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അവസാനമാകുമ്പോൾ മുസ്ലിമീങ്ങൾ ലോകവും ഏറ്റവും വലിയ ക്രൈസിസിലേക്ക് പോകും. അതിൻ്റെ നമ്മൾ ഇന്ന് കാണുന്ന എന്തൊക്കെയുണ്ട് അത് ഒന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിലേക്ക് പോകും. നമ്മൾ സാധാരണ പറയാറുണ്ട് അറബിയിൽ ഇബ്തിദ എന്തെന്തിനൊക്കെ ഉണ്ടോ അതിനൊക്കെ ഇന്തിഹാ ഉണ്ട്. സ്റ്റാർട്ടിങ് ഉള്ളതിനൊക്കെ ഒരു എൻഡിങ് ഉണ്ടാവും. ഇങ്ങനെ എക്സ്റ്റെൻഡായി പോവുകയില്ല. അപ്പോൾ ലോകം തുടങ്ങിയിട്ടുണ്ട്, അതിനൊരു 1-ാം തീയതി ഉണ്ടായിരുന്നു, അതിനൊരു 31-ാം തീയതി ഉണ്ട്. അത് ലോകാവസാനമാണ്. ആ അവസാനത്തിലേക്ക് എത്തുമ്പോൾ മുസ്ലിമീങ്ങൾ ഏറ്റവും പ്രതിസന്ധിയിലാകുമ്പോൾ ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു അല്ലാഹു അയക്കും. അത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. അതിൻ്റെയും അപ്പുറത്ത് ക്രൈസിസ് കൂടിയിട്ട് ദജ്ജാൽ വരുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി, ലയൻസിലന്ന ഈസ ഇബ്നു മർയമ ഹകമൻ അദിലൻ മുഖ്സിത. ഒരു സുബ്ഹ് നിസ്കാരത്തിൻ്റെ സമയത്ത് ആളുകളെല്ലാം സഫ് കെട്ടി നിൽക്കും. സിറിയയിലെ നിങ്ങൾ പറഞ്ഞു, സിറിയയിലെ വലതുവശത്തുള്ള മിനാരത്തിൽ കൂടിയിട്ടാണ് ഈസാ നബി ഇറങ്ങി വരിക. ഇഖാമത്ത് കൊടുത്തിട്ട് ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു മിഹ്റാബിൽ കയറി ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഈസാ നബി ഇറങ്ങുന്നത്. നബി നിങ്ങൾ പറഞ്ഞു, 2 മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചിട്ടായിരിക്കും ഈസാ നബി ഇറങ്ങുന്നുണ്ടാകുക. അദ്ദേഹത്തിൻ്റെ തലയിൽ വെള്ളം തട്ടിയിട്ടില്ലെങ്കിൽ പോലും തലയിൽ നിന്ന് മുത്തുകൾ, ഒരാൾ കുളിച്ചിറങ്ങുമ്പോൾ എങ്ങനെയാണ് അയാളെ തലമുടി ഉണ്ടാവുക, അതുപോലെ ആയിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരിക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഈസാ നബിയെ കാണുമ്പോൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പറയും, നിങ്ങളാണ് ഇമാമക്കുണ്ടെന്ന് പറയും. കാരണം മഹ്ദി ഇമാം നബിയല്ലല്ലോ, ഈസാ നബി നബിയാണ്, നിങ്ങൾ ഇമാമക്ക് എന്ന് പറയും. അപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നൊരു വാചകമുണ്ട്, ആർക്ക് വേണ്ടിയാണോ ഇഖാമത്ത് കൊടുക്കപ്പെട്ടത് അയാൾ ഇമാമത്ത് നിൽക്കട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി ഇമാം നിൽക്കുകയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പായി നിൽക്കുകയും ചെയ്യും. അതിനുശേഷമാണ് ദജ്ജാലിനെ കൊല്ലുന്നതും. അതിനുശേഷം ഈസാ നബി ഭൂമിയിൽ ജീവിക്കും, കല്യാണം കഴിക്കും, സന്താനങ്ങൾ ഉണ്ടാകും. ഈസാ നബിന്റെ ഖബർ എൻ്റെ ഖബറിൻ്റെ അടുത്തായിരിക്കും എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, എന്തൊരു സ്ട്രക്ചറിലാണ് അല്ലാഹു തആല അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഈസാ നബിയുടെ ഈ ദൈവികതൊക്കെ ഈ ഒരു അമാനുഷികത കണ്ടപ്പോഴേക്ക് ഒരു വിഭാഗം ആളുകൾ ദൈവികത ആരോപിച്ചു. വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ്. ക്രിസ്ത്യാനികൾപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞു അല്ലാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. ദൈവം 3 ത്രിയേകത്വം, ട്രിനിറ്റി, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിൽ പുത്രനാണിത്. പിതാവ് പരിശുദ്ധാത്മാവിൽ കൂടി പുത്രന്റെ രൂപം പ്രാപിച്ചു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അവതാരമാണ് എന്ന് ഈസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറഞ്ഞു. ഇതിനൊക്കെ മറുപടി ആയിക്കൊണ്ടാണ് അല്ലാഹു തആല ഈസാ നബി ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. ഇറങ്ങി വരുന്നു, ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് വിധിക്കുന്നു, സ്വാഭാവിക മരണം ഭരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ അന്ന് ക്രിസ്ത്യാനികൾ അന്തം വിട്ടുപോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മളും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾക്ക് എന്താണുള്ളത്? ഇത് മാത്രമേ നമുക്കുള്ളൂ. ഈസാ നബിയിൽ വിശ്വസിക്കണം. ഈസാ നബിക്ക് ഇറക്കിക്കൊടുത്ത ഇഞ്ചീൽ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം അത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. പ്രിയമുള്ളവരെ, ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കടന്നുകൊണ്ട് അവരുടെ ജന്മദിനമാണെന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചു കൂട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു മുസ്ലിം ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തൗഹീദിന് വിരുദ്ധമായ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈസാ നബി ജനിച്ചത് ഡിസംബർ 25-നല്ല. നമ്മൾ പഠിച്ച നുണകളിൽ, നമ്മൾ പഠിച്ച അബദ്ധങ്ങളിൽപ്പെട്ട ഒരു അബദ്ധമാണ് ഈസാ നബി ജനിച്ചത് യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25-നാണെന്ന്. വീണ്ടും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിനോട് ചോദിക്കൂ, നിങ്ങൾ ജെമിനൈനോട് ചോദിക്കൂ ഈസാ നബി ജനിച്ചത് എപ്പോഴാണെന്ന്. കൃത്യമായി ബൈബിളിൽ എന്തായാലും അങ്ങനെ ഒരു നറേഷൻ ഇല്ല. പിന്നെ കണക്കെല്ലാം കൂട്ടിയിട്ട് ഇവർ ആഘോഷത്തിന് വേണ്ടി വിന്റർ സോളിസ്റ്റൈസ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയക്ക് കണക്കൂട്ടിക്കൊണ്ടാണ് അവർ ഡിസംബർ 25-ന് റോമക്കാരും മറ്റൊക്കെ യൂറോപ്യൻസൊക്കെ കൂടി തീരുമാനിച്ചത്. അതവിടെ ഇരിക്കട്ടെ, ഡിസംബർ 25 അല്ലേ എന്നുള്ളത്. 2, അവർ ആഘോഷിക്കുന്നത് ദൈവപുത്രനായ ദൈവമായ ഈസാ നബിയുടെ ജന്മദിനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തൗഹീദാണ്. പ്രിയമുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞു, ആദർശങ്ങളായി നിലകൊള്ളേണ്ടതുണ്ട്, സത്യമായി നിലകൊള്ളേണ്ടതുണ്ട്. മനുഷ്യന്മാർക്ക് തമ്മിൽ സ്നേഹങ്ങളാകാം, പക്ഷെ ആദർശങ്ങളെ കലർത്തിക്കൊണ്ടാവരുത്. ആദർശങ്ങൾ കലർന്നു പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറക്ക് സത്യമെന്താണ് അസത്യമെന്താണ് എന്നറിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിപ്പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഹക്ക് മനസ്സിലാക്കുകയും ഹക്കിനെ പ്രബോധനം ചെയ്യുകയും ഹക്കിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ നമ്മൾ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.